ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാച്ചിസ് വേൾഡ്. ഇന്ന് ഞാനൊരു ഡെയിലി വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ഡെയിലി വ്ളോഗായിട്ടാണ് ഒന്ന് വന്നിട്ടുള്ളത്. ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളും അതുപോലെ ഷോപ്പിങ്ങും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോകാമല്ലോ. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ. ഇന്ന് പൊറോട്ടയും അതുപോലെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തൊക്കെ ആയിരുന്നു. ഇന്നലെ ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അരിയൊന്നും ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് രാവിലെയൊക്കെ പോയിട്ട് പൊറോട്ട മേടിച്ചിട്ട് വന്നിട്ട് അപ്പോൾ പൊറോട്ട കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മോനെ റെഡിയാക്കിയിട്ട് സ്കൂളിലോട്ട് പറഞ്ഞു വിടണം. അപ്പോൾ ഞങ്ങൾ മോനെ സ്കൂളൊക്കെ പറഞ്ഞു വിട്ട ശേഷം വൈകിട്ട് മോനെ എടുക്കാനും ഞങ്ങളാട്ടാ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോയിട്ട് വരുമ്പോൾ ഞങ്ങൾ ഇന്ന് നേരത്തെ വിട്ടിട്ടുണ്ടായിരുന്നു, ഒരു 2:30-ക്കൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മോനെ പോയിട്ട് നേരെ എടുത്തിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടോ. ഇതിപ്പോൾ മങ്കര ആയിട്ട് വരും, മങ്കര കഴിഞ്ഞ് പോകണം. ഇതുപോലെ ഒരു തട്ടുകട കേട്ടോ, നല്ല ചിക്കൻ ബിരിയാണിയൊക്കെ കിട്ടുന്ന തട്ടുകട. ഞങ്ങൾ മുമ്പ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ മോനെ കൊണ്ട് വന്നിട്ടില്ല, അപ്പോൾ മോനെ കൊണ്ട് വന്നതാട്ടോ. ഇവിടെ നല്ല പാലക്കാട് റാവത്തർ ബിരിയാണി അതുപോലെ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നല്ല ടേസ്റ്റാട്ടോ, ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒക്കെ പോകാറായില്ലെന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയതാണ്. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ള ചിക്കൻ ബിരിയാണി എത്തിയിട്ടുണ്ട്, അതുപോലെ ചിക്കൻ ചില്ലി എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ ടേബിളും കാര്യങ്ങളൊന്നും ഇല്ല, കാരണം അവിടെ കൂടുതലും പാഴ്സലാണ് പോണത്. ഞങ്ങളിവിടെ ഇരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഒരു ചെയറൊക്കെ ഇട്ടു, ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിച്ചു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ പോയി. മോള് എൻ്റെ വീട്ടിലാക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവളിനൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പോയി റെഡി ആയിട്ട് ഞങ്ങൾ നേരെ ഷോപ്പിങ്ങിന് പോയിട്ടോ. ഒറ്റപ്പാലത്തോട്ട് അനിയത്തിയുടെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവളുള്ള കുട്ടിക്കുള്ള ഡ്രസ്സൊക്കെ മേടിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഞങ്ങളത് തിരഞ്ഞുകൊണ്ടിരിക്കട്ടോ. എനിക്ക് മോൻ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡ്രസ്സ് നോക്കുന്നുണ്ട്, അവന് പറ്റിയത് നോക്കട്ടെ എന്ന് വെച്ചിട്ട് അതൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ കാണുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഞാൻ എൻ്റെ മോൾക്ക് വെച്ച് നോക്കി. അവൻ്റെ ഹൈറ്റ് എനിക്കറിയാമല്ലോ, അപ്പോൾ അവൻ്റെ മോൾക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയപ്പോൾ അവന് ചെറുതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ അത് വേണ്ടാന്നിട്ട് വേറെ നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറേ തിരഞ്ഞിട്ട് അവന് പറ്റി 2 എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതൊക്കെ ബില്ല് ചെയ്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് തന്നെ പോയി. അങ്ങനെ വീട്ടിലേക്ക് എത്തി ചായയുടെ കഴിഞ്ഞപ്പോൾ ഇക്ക ബൈക്ക് കൊണ്ട് എടുക്ക പോകാൻ വേണ്ടി നിൽക്കായിരുന്നു കേട്ടോ. അപ്പോൾ 2 ആൾക്കും ബൈക്കിൽ കാരണം പറഞ്ഞിട്ട് കരച്ചില്ല. അപ്പോൾ കാരണം 2 കൂടെ ഒരുമിച്ചിരുന്ന് ഇപ്പോൾ പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരൊന്ന് റൗണ്ട് അടിച്ചിട്ട് വരികയാണ്. അപ്പോൾ വെയിറ്റ് ചെയ്യാൻ, അവളെ കൊണ്ടുപോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവനും കയറ്റിയിട്ട് പോകുമ്പോൾ അവൾ വീണ്ടും കരയാൻ തുടങ്ങി, എനിക്കും വരണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്നാൽ ശരി പറഞ്ഞിട്ട് അവളെയും കയറ്റിയിട്ട് മെല്ലെ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പുറത്തൊക്കെ പോയിട്ട് എന്തൊക്കെയാണ് മേടിച്ചിട്ടാട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ പുറത്ത് പോയി വന്നപ്പോൾ എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മോൻ്റെ സൈക്കിളിലോട്ടൊരു കവർ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പൊട്ടിച്ച് നോക്കുക കേട്ടോ. എന്നിട്ട് ഇപ്പോൾ അതിൽ കറക്റ്റാണോ നോക്കണം. ഓർഡർ ചെയ്തപ്പോൾ സൈക്കിളിൻ്റെ കവറൊക്കെ ആയിട്ടോ ഞങ്ങൾ ഫോട്ടോയിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ കിട്ടിയപ്പോൾ അത് വലിയ ബൈക്കിൻ്റെ ഒക്കെ കവർ പോലത്തെ നല്ല വലിപ്പമുള്ള കവറായിരുന്നു. പക്ഷേ നല്ല വലിപ്പമുള്ളതുകൊണ്ട് സൈക്കിളിൽ എവിടെയും വെള്ളം ചളിയൊന്നും ആവില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ അതിനെ റിട്ടേൺ ചെയ്യാനൊന്നും ഒന്നുമില്ല, നേരെ അതിനെ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇത്രത്തോളം വലിപ്പമുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ എന്തായാലും സൈക്കിളിൽ നിന്ന് വെച്ച് നോക്കാം. അപ്പോൾ അത് ഞങ്ങൾ സൈക്കിൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ കവർ ചെയ്ത് നോക്കും. നല്ല വലിപ്പമുള്ളതുകൊണ്ട് ചെറിയ സൈക്കിളാണല്ലോ, അപ്പോൾ എന്തായാലും മൊത്തത്തിൽ കവർ ചെയ്യും. എനിക്ക് തോന്നുന്നത് വലിയ സൈക്കിളിലെ കവറാണെന്ന് തോന്നുന്നു. ചെറിയ സൈക്കിളിലെ കവറായിട്ടൊന്നും അതിൽ കാണിക്കണമെന്നല്ല. അപ്പോൾ ഞങ്ങൾ കണ്ടപ്പോൾ ഇതാണ്ട് എടുത്തു. അപ്പോൾ ഇതൊക്കെ കേട്ടോ ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.